ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിന്റെ സീസൺ 1 അതിലെ 19ാമത്തെ എപ്പിസോഡാണ്. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. സോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡ് തുടക്കുന്നതിന് നമ്മുടെ താൻജിറോ ആണെങ്കിൽ ആ ഡീമനെ കൊല്ലാൻ വേണ്ടി ചാടി പോകുന്ന സമയത്താണ് ആ ഡീമൻ ഒരു നൂല് കൊണ്ടിരുന്നത്. ആ നൂലിലോട്ട് അവന്റെ കട്ടാണ ഉപയോഗിച്ച് വെട്ടാൻ നേരത്ത് ആ കട്ടാണ രണ്ടായിട്ട് പൊട്ടി പോകുന്നതാണ്. നൂല് വരുന്നത് കണ്ടുകൊണ്ട് തന്നെ താൻജിറോയുടെ മുഖം ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. പക്ഷെ താൻജിറോയുടെ മുഖം ചെറുതായിട്ട് മുറിയുന്നുണ്ട്. അഥവാ ആ നൂല് താൻജിറോയുടെ ദേഹത്ത് കൊണ്ടായിരുന്നെങ്കിൽ താൻജിറോ ഇപ്പം മരിച്ചേനെ. ഇതേസമയം തന്നെ താൻജിറോ ആലോചിക്കുവാണ്, ഈ ഡീമൻ ഇത്രയും പവർഫുൾ ആയിരുന്നു, എന്റെ വാൾ വരെ പൊട്ടിപ്പോയി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇനോസ്കിയാണ്. ഇനോസ്കി ആണെങ്കിൽ ജിയോനെ തന്നെ നോക്കി നിൽക്കുവാണ്. കാരണം ഇനോസ്കി ഒരുപാട് തവണ ആ ഡീമനുമായിട്ട് പിടിച്ചു നിൽക്കാൻ നോക്കി, പക്ഷെ അവനെ കൊണ്ട് സാധിച്ചില്ല. പക്ഷെ ജിയോ ആണെങ്കിൽ വന്നിട്ട് ഈസി ആയിട്ട് തന്നെ ആ ഡീമനെ അങ്ങ് കൊന്നു കളഞ്ഞു. ഒരു സംഭവം തന്നെ, ഇവൻ വാട്ടർ ബ്രീത്തിങ്ങിന്റെ 4th ഫോമും കൊണ്ട് തന്നെ ആ ഡീമനെ കൊന്നു കളഞ്ഞു. എനിക്ക് ഇവന്റെ കൂടെ ഫൈറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ, ഇവനെ എനിക്ക് ഫൈറ്റ് ചെയ്ത് തോപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് നമ്മുടെ ഇനോസ്കി. ജിയോനെ ഇങ്ങനെ നോക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ ജിയോ വിചാരിക്കുവാണ്, ഇവൻ എന്തുവാണ് ഇങ്ങനെ നോക്കുന്നേ, ഞാൻ എന്റെ പണി നോക്കാൻ പോവാ, ഞാൻ ഇവിടുന്ന് പോകാന്ന് പറഞ്ഞ് ജിയോ അവിടെ നിന്ന് പോകുകയാണ്. അതേ സമയത്ത് തന്നെ നമ്മുടെ ജിയോ പോകുന്നത് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ഇനോസ്കി ജിയോനെ വിളിക്കുവാണ്. 2 കളർ ഷർട്ട് ഇട്ടവനെ, നിങ്ങളൊന്ന് നിൽക്കൂ അവിടെ, എൻ്റെ കൂടെ നിങ്ങളൊന്ന് ഫൈറ്റ് ചെയ്തേ പറ്റൂ. കാരണം നിങ്ങൾ ആ ഡീമനെ സിമ്പിളായിട്ട് തന്നെ അങ്ങ് തോപ്പിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് ഫൈറ്റ് ചെയ്തിട്ട് ഞാൻ നല്ലതാണോ നോക്കാൻ വേണ്ടിയാണെന്ന് നമ്മുടെ ഇനോസ്കി പറയുവാണ്. നമ്മുടെ ജിയോ പറയുവാണ്, എടാ കൊച്ചിറക്ക, നീ ആദ്യം പോയി ട്രൈ ചെയ്ത് നീ നല്ല രീതിയിൽ ഒന്ന് സ്ട്രോങ് ആവാ, എന്നിട്ട് നീ എന്നെ വന്ന് തോപ്പിച്ച് ഒരു കുഴപ്പമില്ലെന്ന് നമ്മുടെ ജിയോ ഇനോസ്കിയോട് പറയുവാണ്. നമ്മുടെ ഇനോസ്കി ഒന്ന് ഇല്ലാതായി പോവാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ഇനോസ്കി നമ്മുടെ ജിയോട് പറയുവാണ്, നീ മര്യാദയ്ക്ക് എന്നോടൊന്ന് ഫൈറ്റ് ചെയ്യും, നിങ്ങൾ എന്നോട് ഫൈറ്റ് ചെയ്താൽ മാത്രം മതി എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മുടെ ജിയോ പറയുവാണ്, ഞാൻ കൊന്നത് ഒരു 12 സ്കിൽ പെടുന്ന ഡീമനൊന്നും അല്ല, അതൊരു സാധാരണ വീക്കായിട്ടുള്ള ഡീമനാണ്, അതുകൊണ്ട് തന്നെ നീ എന്നെ വലിയ ആളായിട്ടൊന്നും കാണണ്ട അത് പറയുവാണ്. എന്നിട്ട് ചോദിക്കുവാണ്, നിന്നോട് ആരാടാ പറഞ്ഞത് ഇത് 12 സ്കിൽ പെടുന്ന ഡീമനാണെന്ന്. ഇതേ സമയം തന്നെ ഇനോസ്കി നാണം കണ്ടാന്ന് വിചാരിച്ച് പറയുവാണ്, എനിക്കറിയാം അത് 12 സ്കിൽ പെടുന്ന ഡീമനൊന്നും അല്ലെന്ന്, എന്നോട് താൻജിറോ ആണ് പറഞ്ഞത് അത് 12 സ്കിൽ പെടുന്ന ഡീമനാണെന്ന്, എനിക്ക് എന്നാലും അറിയാമായിരുന്നു അതല്ലെന്ന് പറഞ്ഞു. അവൻ വരുന്നിടം വരെ ഇവിടെ വെയിറ്റ് ചെയ്യാൻ, അതുകൊണ്ടാണ് ഞാൻ ആ ഡീമനെ കൊല്ലാഞ്ഞത്, നീ വന്നില്ലായിരുന്നെങ്കിലും ഞാൻ ആ ഡീമനെ കൊന്നേനെ, കാരണം ഞാൻ ഭയങ്കരമായിട്ട് പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ്, അതുപോലെ തന്നെ എനിക്ക് നിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്തേ പറ്റൂ, നീ മര്യാദക്ക് എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ കിടന്ന് അങ്ങ് അലച്ചുകൊണ്ടിരിക്കുവാണ് നമ്മുടെ ഇനോസ്കി. ഇതേ സമയം തന്നെ നമ്മുടെ ഇനോസ്കി ആണെങ്കിൽ നമ്മുടെ ജിയോ ഒരു കയർ വെച്ചിട്ട് അവിടെ കെട്ടിയിട്ടു, പക്ഷേ ഇത് നമ്മുടെ ഇനോസ്കി പോലും അറിയുന്നില്ല. ഇതേ സമയം തന്നെ നമ്മുടെ ഇനോസ്കി അറിയുവാണ്, ഭയങ്കര വേഗതയിലാണ് നമ്മുടെ ജിയോ ഇനോസ്കിയെ കെട്ടിയിട്ടിരുന്നത്. ഇതേ സമയം തന്നെ നമ്മുടെ ഇനോസ്കി ജിയോട് ചോദിക്കുവാണ്, നീ എന്തിനാടാ എന്നെ വെറുതെ കെട്ടിയിട്ടിരിക്കുന്നതെന്ന്. ഇതേ സമയം തന്നെ നമ്മുടെ ജിയോ പറയുവാണ്, നീ ചുമ്മാ ചലബല എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്, എനിക്കിത് ഭയങ്കര തലവേദനയായിട്ട് തോന്നുന്നു, നീ കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുക്കുക, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയോളാവുന്ന. ഇതൊക്കെ കേട്ട് നമ്മുടെ ഇനോസ്കി പറയുവാണ്, ഞാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും കേൾക്കാതെ നീ അവിടെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ ജിയോ അവിടെ നിന്ന് പോവുകയാണ്. ഇനോസ്കിക്ക് വളരെയധികം ദേഷ്യം വരുവാണ്, കാരണം അവൻ ഇത്രയധികം പവർഫുൾ ആയിട്ടുള്ള എന്നെ സിമ്പിളായിട്ട് എന്നെ കെട്ടിയിട്ടല്ലോ എന്ന് പറഞ്ഞ ദേഷ്യത്തിലാണ് നമ്മുടെ ഇനോസ്കി ഇരിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജെനിറ്റ്സുവിനെയാണ്. മരിക്കാറായി കിടക്കുന്ന ജെനിറ്റ്സുവിൻ്റെ അടുത്തോട്ട് നമ്മുടെ ഷിനുവു വരുവാണ്. ഷിനുവു വന്നുടനെ തന്നെ നമ്മുടെ ഷിനുവുവിനെ അവൻ്റെ അപ്പച്ചനായിട്ടാണ് തോന്നുന്നത്. ഇതേ സമയം തന്നെ നമ്മുടെ ഷിനുവു പറയുവാണ്, ഞാൻ നിന്റെ അപ്പച്ചനൊന്നുമല്ല, എൻ്റെ പേര് ഷിനുവു പറയുവാണ്, ഇങ്ങനത്തെ നേരത്തൊക്കെ എല്ലാവർക്കും ഒരു ഇലൂഷൻ പോലെ വരുവാണ്, ഇപ്പോഴത്തെ സമയം നോക്കുമ്പോൾ നിന്റെ ഇലൂഷൻ ഇപ്പോൾ മാറാൻ പോവാണ്, കാരണം ഞാൻ ഇതിനെ മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജെനിറ്റ്സുവിൻ്റെ കയ്യിലോട്ട് ആ മരുന്ന് കുത്തിവെക്കുവാണ്. ജെനിറ്റ്സു കേൾക്കുന്ന സമയത്താണെങ്കിൽ അവിടെ ഒരുപാട് പേരുടെ സൗണ്ട് കേൾക്കുന്നു, അതുകൊണ്ട് അവന് മരുന്ന് കുത്തിവെക്ക്, അതുകൊണ്ട് അവന് ജീവനുണ്ട്, അവനെ ഒന്ന് നോക്ക്, നീ അവിടെ പോയി നോക്കണം, അവൻ്റെ അതുകൊണ്ട് ഇറങ്ങിപ്പോന്നു അങ്ങനെയൊക്കെ പറഞ്ഞു ഒരുപാട് പേരുടെ സൗണ്ട് കേൾക്കുന്നു. നോക്കുന്ന സമയത്ത് അവിടെ ഒരു ഡീമൺ സ്ലെയർ അല്ല മാത്രമല്ല വന്നിരിക്കുന്നത്, അവിടെ ഒരുപാടധികം ഡീമൺ സ്ലെയേഴ്സ് വന്നിട്ടുണ്ട്. അവരെല്ലാവരും ഓരോ ആൾക്കാരുടെ ദേഹത്ത് മരുന്നൊക്കെ കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേസമയം മറ്റൊരു സ്ഥലത്ത് നമ്മുടെ താൻജിറോ ആണെങ്കിൽ ഒരു പൊട്ടിപ്പോയ വാളും കൊണ്ട് നിൽക്കുവാണ്. നമ്മുടെ താൻജിറോ ആണെങ്കിൽ ഈ വാൾ ഉണ്ടാക്കി കൊടുത്ത ആളെയും കൊടുത്ത ആളെയും കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മാസ്റ്റർ റോക്കോഡാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ താൻജിറോട്, ഈ വാൾ നീ ഒരിക്കലും പൊട്ടിക്കാൻ പാടില്ല. വാളുണ്ടാക്കി കൊടുത്ത നമ്മുടെ ഹാഗ്നോസിക്കോയോടൊക്കെ നമ്മുടെ താൻജിറോ സോറി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ഹാഗ്നോസിക്ക നമ്മുടെ താൻജിറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വാള് നീ ഒരിക്കലും കൊണ്ട് പൊട്ടിക്കുകയൊന്നും ചെയ്യരുതെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ താൻജിറോ സോറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം തന്നെ നമ്മുടെ താൻജിറോട് ആ ഡീമൻ ചോദിക്കുവാണ്, എന്താണ് നീ പേടിച്ചു പോയോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡീമന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വെബ് അവന്റെ ദേഹത്തോട്ട് വിടുവാണ്. ഇതേ സമയം തന്നെ നമ്മുടെ താൻജിറോ പറയുവാണ്, ഇപ്പൊ സോറി ചോദിക്കാനുള്ള സമയമൊന്നുമല്ല, എങ്ങനെങ്കിലും ഈ ഡീമനെ കൊല്ലണം, അതെങ്ങനെയാണെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താൻജിറോ. ഇതേ സമയം തന്നെ ആ ഡീമൻ പറയുവാണ്, ഇത്രയും നേരം ഞാൻ ചെയ്ത അറ്റാക്കിൽ നിന്നൊക്കെ നീ ജസ്റ്റ് ബിസിന് ഒഴിഞ്ഞു മാറി, പക്ഷേ ഇനിയും അങ്ങനെ നടക്കത്തില്ല, കാരണം ഞാൻ എൻ്റെ ഫുൾ പവർ എടുക്കാൻ പോവുകയാണ്, നിനക്ക് ഞാൻ ഒരു ചാൻസ് കൂടെ തരാം, നീ എന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ തിരിച്ചെടുത്താൽ നിന്നെ ഞാൻ ക്ഷമിച്ചു വിടാം എന്ന് നമ്മുടെ താൻജിറോയോട് ആ ഡീമൻ പറയുക. കേട്ടിട്ടും നമ്മുടെ താൻജിറോ മനസ്സിൽ വിചാരിക്കുവാണ്, നിന്നെ ഞാൻ കൊന്നിട്ട് ഇവിടുന്ന് പോത്തുള്ളടാ, നിനക്ക് ഒരു ചാൻസ് കൂടെ തന്നു, നീ അത് ഉപയോഗിച്ചില്ല, നീ എന്നോട് സോറി ചോദിച്ചില്ല, അതുകൊണ്ട് തന്നെ നീ പോയി ചാവടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ താൻജിറോ എടുത്തോട്ട് അവൻ്റെ വലിയ വെബ് അങ്ങോട്ട് വിടുവാണ്. ഇതേ സമയം തന്നെ അങ്ങോട്ട് കുറേ ചോര പോകുന്നതൊക്കെ കാണിക്കുവാണ്. നോക്കുന്ന സമയത്ത് അത് നമ്മുടെ നെസ്കോ ആയിരുന്നു. നമ്മുടെ താൻജിറോനെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ നെസ്കോ കയറി താൻജിറോയുടെ മുന്നിൽ കയറിയിരുന്നു. ഒത്തിരി മുറിവുകൾ സംഭവിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ നെസ്കോയുടെ ബോധം പോവുകയാണ്. നമ്മുടെ നെസ്കോനെ
മോനെയാണെങ്കിൽ നമ്മുടെ താൻജറോ എടുത്തോണ്ട് ഒരു കാടിൻ്റെ സൈഡിൽ കൊണ്ട് ഇരുത്തുവാണ്. എന്നിട്ട് നമ്മുടെ നെസ്കോട് നമ്മുടെ താൻജറോ ചോദിക്കുവാണ്, നീ എന്തിനാ വെറുതെ എന്നെ നീ അതുകൊണ്ടല്ലേ നിനക്ക് ഇതൊക്കെ സംഭവിച്ചത്, നീ എന്തിനാ എന്നെ രക്ഷിച്ചെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താൻജറോ. അതിൻ്റെ കൂടെ കരയുന്നുമുണ്ട്. ഇതേ സമയം നമ്മുടെ സിസ്റ്റർ ഡീമൻ നമ്മുടെ ചേട്ടൻ ഡീമനോട് ചോദിക്കുവാണ്, അതെങ്ങനെ സംഭവിക്കുന്നത് ചേട്ടാ, ഒരു ഡീമൻ എന്തിനാ മനുഷ്യനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, അതെങ്ങനെ സംഭവിക്കുന്നതെന്ന് നമ്മുടെ ചേട്ടൻ ഡീമനോട് നമ്മുടെ സിസ്റ്റർ ഡീമൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് ഒന്നും മനസ്സിലാവാതെ ആ ഡീമൻ പറയുവാണ്, ആ ഡീമനാണെങ്കിൽ അവൻ്റെ അനിയത്തിയാണോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ താൻജറോ ആണെങ്കിൽ നമ്മുടെ നെസ്കോടെ ഒടിഞ്ഞു പോയ കൈ എടുത്തിട്ട് അവളുടെ കൈ കൊണ്ട് വെച്ചിട്ട് പറയുവാണ്, ഹീലി നെസ്കോ, പെട്ടെന്ന് ഹീലി, നിന്റെ കൈ തിരിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താൻജറോ. നെസ്കോയ്ക്ക് ബോധമില്ലാത്തത് കൊണ്ട് തന്നെ നെസ്കോയ്ക്ക് ആ കൈ ഹീൽ ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ താൻജറോ ഹേ നെസ്കോ പെട്ടെന്ന് ഹീൽ ചെയ്യുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സമയത്ത് തന്നെ നമ്മുടെ നെസ്കോയ്ക്ക് നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഡീമൻ. അവളൊരു മനുഷ്യനായിരിക്കും, പിന്നായിരിക്കും അവനൊരു ഡീമനായിട്ട്, എന്നാൽ പോലും അവളൊരു നല്ല സിസ്റ്ററാണ്. കാരണം അവൻ്റെ ചേട്ടനെ പ്രൊട്ടക്റ്റീവാണ്. ഒരു ഡീമനായിട്ട് പോലും അവൻ്റെ ചേട്ടനെ അവൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലത്തെ ഒരു സിസ്റ്ററിനെ എനിക്ക് വേണ്ടിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഡീമൻ. സമയത്ത് തന്നെ ആ സിസ്റ്റർ ഡീമൻ ആ ഡീമനോട് ചോദിക്കുകയാണ്, ഞാനല്ല നിന്റെ യഥാർത്ഥ സിസ്റ്റർ, എന്നെ പോലെ എന്തിനാണ് അവളെ എന്ന്. ഇതേ സമയത്ത് തന്നെ ആ ഡീമൻ പറയുവാണ്, നീ ഒന്ന് മിണ്ടായിരിക്കാൻ പറഞ്ഞിട്ട് അവൻ്റെ വെബ് യൂസ് ചെയ്തിട്ട് ആ ഡീമനെ കഷ്ണമാക്കുവാണ്. ഇതേ സമയത്ത് തന്നെ അവൾ പറയുകയാണ്, അതുകൊണ്ട് നീയല്ല എൻ്റെ ശരിക്കുള്ള അനിയത്തി എന്ന് പറയുകയാണ് ആ ഡീമൻ. ഇതേ സമയത്ത് തന്നെ ആ സിസ്റ്റർ ഡീമൻ പറയുകയാണ്, നിങ്ങൾ എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞോ, ഞാൻ അതുപോലെ ജീവിക്കുക, എന്നെ കൊണ്ട് സാധിക്കും എന്ന് പറയുകയാണ് ആ സിസ്റ്റർ ഡീമൻ. ഇതേ സമയത്ത് തന്നെ ആ ചേട്ടൻ ഡീമൻ പറയുകയാണ്, എന്നാ ഞാൻ നിന്നോടൊരു കാര്യം പറയാം, ഈ കാട്ടിലോട്ട് വന്ന എല്ലാ ആൾക്കാരെയും നീ കൊന്നു കളയണം, എന്നാൽ ഞാൻ തീരുമാനിക്കാം നിന്നെ എൻ്റെ യഥാർത്ഥ സിസ്റ്റർ ആക്കണോ വേണ്ടായോ എന്ന്. ഇതേ സമയത്ത് തന്നെ ആ ഡീമൻ അവൻ്റെ ബോഡിയെല്ലാം ഹീൽ ചെയ്തിട്ട് അവളുടെ തല വെച്ചിട്ട് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. ഇതേ സമയം ആ ഡീമൻ പറയുകയാണ്, നിൻ്റെ കയ്യിലുള്ള ആ ഡീമൻ എൻ്റെ തന്നേക്ക്, ഞാൻ അവളെ നല്ലതുപോലെ നോക്കിക്കൊള്ളാം, നിന്നെ ഞാൻ കൊല്ലാതെ വിടാം എന്ന് ആ ഡീമൻ പറയുകയാണ്. ഇതേ സമയം നമ്മുടെ താൻജറോ പറയുകയാണ്, നീ എന്തോ ശരിക്കും ഉദ്ദേശിക്കുന്നത്, എനിക്ക് അത്രയ്ക്ക് മനസ്സിലായില്ല, നീ എന്തോ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. നിന്റെ ആ സിസ്റ്ററിനെ എനിക്ക് തന്നേക്ക്, ഞാൻ അവളെ എൻ്റെ സിസ്റ്ററിനെ പോലെ നോക്കിക്കോളാം. ഇതേ സമയം തന്നെ നമ്മുടെ താൻജറോ പറയുവാണ്, അതൊന്നും ഒരിക്കലും നടക്കാത്ത കാര്യമാണ്, ഞാനും സമ്മതിക്കത്തില്ല, അതുപോലെ തന്നെ നെസ്കോയും സമ്മതിക്കത്തില്ല. ഇതേ സമയം തന്നെ ആ ഡീമൻ പറയുകയാണ്, അവൾ സമ്മതിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ അവളെ ടോർച്ചർ ചെയ്ത് സമ്മതിപ്പിച്ചോളാം, നീ എനിക്ക് അവളെ തന്നാ നിന്നെ ഞാൻ കൊല്ലാതെ വെറുതെ വിടാം. ഇതേ സമയത്ത് തന്നെ വളരെയധികം ദേഷ്യം വന്ന നമ്മുടെ താൻജറോ ആ ഡീമനോട് പറയുകയാണ്, നിന്നോട് ഞാൻ വന്നപ്പോൾ തൊട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ കാര്യമാണ്, ഒരിക്കലും സ്വന്തം സിസ്റ്ററിനെ ഭീഷണിപ്പെടുത്തിയല്ല അവളുടെ സ്നേഹം പിടിച്ചെടുക്കുന്നത്, ഒരു സിസ്റ്ററും ഒരു ബ്രദറിൻ്റെ ബോണ്ട് ഇങ്ങനൊന്നും അല്ലെന്ന് നമ്മുടെ താൻജറോ ആ ഡീമനോട് പറയുകയാണ്. ഇതൊക്കെ കേട്ടിട്ടും വളരെയധികം സമാധാനത്തോടെ ആ ഡീമൻ നമ്മുടെ താൻജറോട് പറയുകയാണ്, ഒരു എന്നെ പോലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ ഫാമിലി എങ്ങനെയാണെന്ന് ഞാൻ തന്നെയാണ് തീരുമാനിക്കേണ്ടത്, എൻ്റെ ഫാമിലിയിലുള്ള മെമ്പേഴ്സ് സ്വന്തം ജീവൻ കൊടുത്തിട്ടും എന്നെ രക്ഷിക്കണം, അങ്ങനത്തെ ആൾക്കാരെയാണ് എനിക്ക് വേണ്ടത്, അതുകൊണ്ട് തന്നെ നിൻ്റെ സിസ്റ്ററിനെ എനിക്ക് മര്യാദയ്ക്ക് തന്നോ, എന്നാലേ നിനക്കിവിടെ ജീവനോട് പോകാൻ സാധിക്കത്തുള്ളെന്ന് നമ്മുടെ ആ ഡീമൻ താൻജറോട് പറയുകയാണ്. ഇതേ സമയം തന്നെ വളരെയധികം ദേഷ്യം വന്ന നമ്മുടെ താൻജറോ പറയുകയാണ്, എന്നെ കൊണ്ട് കഴിയുന്നത്ര ഞാൻ സർവൈവ് ചെയ്യും, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നെ ഇവിടുന്ന് കൊന്നിട്ടേ പോകത്തുള്ളെന്ന് നമ്മുടെ താൻജറോ പറയുവാണ്. എന്നിട്ട് നമ്മുടെ താൻജറോടെ പൊട്ടിപ്പോയ വാൾ എടുത്തുകൊണ്ട് വരികയാണ് നമ്മുടെ താൻജറോ. ഇതേ സമയം തന്നെ നമ്മുടെ താൻജറോട് ആ ഡീമൻ പറയുകയാണ്, ഞാൻ പറഞ്ഞ ഓഫർ നീ അക്സെപ്റ്റ് ചെയ്തില്ല അല്ലേ, അതൊന്നും കുഴപ്പമില്ല, ഞാൻ നിന്നെ കൊന്നിട്ട് നിന്റെ സിസ്റ്ററിനെ എടുത്തോളാം. ഇതേ സമയം തന്നെ നമ്മുടെ താൻജറോ പറയുവാണ്, നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട, അതിനു മുമ്പ് തന്നെ ഞാൻ നിന്നെ കൊന്നിരിക്കുമെന്ന് നമ്മുടെ താൻജറോട് ആ ഡീമൻ പറയുകയാണ്. ഇതേ സമയത്ത് തന്നെ ആ ഡീമൻ പറയുകയാണ്, നീ വിചാരിച്ചോ ഞാനൊരു സാധാരണ ഡീമനാണെന്ന്, ഞാനൊരു 12 ഫിസിക്കലെ ഡീമനാണെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കണ്ണ് കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ താൻജറോയ്ക്ക്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ താൻജറോയ്ക്ക് വളരെയധികം പേടി തോന്നുവാണ്, കാരണം ഈ ഡീമൻ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഡീമനാണ്, അതുമാത്രമല്ല എൻ്റെ കയ്യിൽ ഒരു പൊട്ടിയ കട്ടാന മാത്രമേ ഉള്ളൂ. ഈ 19ാമത്തെ എപ്പിസോഡിൻ്റെ ബാക്കിയാണെങ്കിൽ ഞാൻ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യാവുന്നതായിരിക്കും. ഇതിൻ്റെ ബാക്കിയുണ്ടല്ലോ മോനെ, മൊത്തം അടി വിഷയമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. സോ നിങ്ങൾ അടുത്ത ദിവസത്തേന് വെയിറ്റ് ചെയ്യുക. സോ ഇന്നത്തെ ദിവസം അപ്ലോഡ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് ടൈമും ഇല്ല, അതുപോലെ തന്നെ ഈ എപ്പിസോഡ് വളരെയധികം ലെങ്തി ആയിട്ടുള്ള എപ്പിസോഡായിരുന്നു. സോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. സോ നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു എപ്പിസോഡ് കാണാം. ബൈ.